Good afternoon, sir. Yes, Arya, good afternoon. Good afternoon, sir. Okay, Shijana. Good afternoon, sir. Okay, Revati, Jonfi, Sahida, good afternoon. Yes, ആരാണ് prayer? Prayer ഇല്ലെങ്കിൽ സൗമ്യ, good afternoon. Yes. Sir, are you willing to pray? Yes, okay, Revati. Asato ma satgamaya tamaso ma jyotirgamaya mrityo ma amritam gamaya shanti. Good afternoon, friends. Good afternoon, sir. Yes, good afternoon. Very good, very good, very good. Yes. പണ്ട് റേഡിയോയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ടൈറ്റിൽ സോങ് അവതരിപ്പിച്ചു. ഇത് പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പില്ല. സൂര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. Then thought of the day. Sir, ഞാനാണ്. Yes, Revati. Learn from yesterday, leave for today, hope for tomorrow. ഇന്നലെയിൽ നിന്ന് പഠിക്കുക, ഇന്ന് ലീവ് ചെയ്യുക, നാളത്തേക്കിന് വേണ്ടി നന്നായിട്ട് ഹോപ്പ് ചെയ്യുക. താങ്ക് യു സർ. Very good, very good, very good thought. Yes. ഇന്നലെ ബീച്ചുകളിൽ നിന്ന് പാഠം പഠിക്കാന്ന് പറഞ്ഞ പോലെയാണ്. Okay, very good, very good, very good. Yes, Revati, then signing on. Yes, അപ്പൊ ആരംഭിക്കട്ടെ. സംഗീത മുരുക നമുക്ക് ആരംഭിച്ചാലോ? തുടങ്ങാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സംഗീത മുരുകനെ കണ്ടുകൊണ്ട് ചോദിച്ചാൽ യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 12-ലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പിളിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. അതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും നമ്മൾ വിഭജിച്ചു. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ എടുത്തു. ആ പ്രസന്റ് പാർട്ടിസിപ്പിളെ നമ്മൾ എടുത്തിട്ട് അപ്പൊ നമുക്ക് മനസ്സിലായി പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ അതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഹോപ്പ് ആണെങ്കിൽ ഹോപ്പിംഗ്, ടേക്ക് ആണെങ്കിൽ ടേക്കിംഗ്, ING ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അങ്ങനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന ആ വാക്യത്തെ അല്ലെങ്കിൽ ആ വേർഡിനെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ട്. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ അതിനു മുമ്പ് പറഞ്ഞു. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരോ ഒരു സംഗതിയോ ഒരു വസ്തുവോ അതിന്റെ പേരിനെ കുറിക്കുന്ന പദത്തെ, നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അഡ്ജക്റ്റീവ്. നമുക്ക് വേണമെങ്കിൽ പറയാം നിഷ്കളങ്കയായ വിജി KS. അപ്പൊ വിജി KS എന്ന് പറയുന്ന പേരിനെ, നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേര് എന്താണ്? നിഷ്കളങ്കയായ. യെസ്, ഇന്നസെന്റ്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ആ ഇന്നസെന്റ് എന്നുള്ള വേർഡ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെ ഈ ING ചേർത്ത വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ അടുത്തൊരു ഉപയോഗത്തിലേക്ക് കടക്കുക. ഈ ING ചേർത്ത വേർഡ് വെർബായിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? വെർബായിട്ട്. ആ വെർബായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഞാനിത് ടെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇംഗ്ലീഷില് 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഈ 12 ടെൻസുകളിലൂടെ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും ആര് സംസാരിച്ചാലും വരിക. കാരണം ഈ ഇത്രയും രീതിയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രസന്റ് ടെൻസ്
പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഒരു വെർബിന്റെ 3 ടെൻസ് ആണ്. ഞാൻ പറഞ്ഞത് 12 ടെൻസിന്റെ ഫോമാണ്, ടെൻസ് ഫോം. യെസ്, അത് 12 എണ്ണമുണ്ട്. അതിന്റെ പേര് ഇതാണ്: സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂവസ്, പാസ്റ്റ് കണ്ടിന്യൂവസ്, ഫ്യൂച്ചർ കണ്ടിന്യൂവസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂവസ്. അങ്ങനെ ഒരു 12 എണ്ണമുണ്ട്. ആര് സംസാരിച്ചാലും ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും അത് പറയും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ടേക്ക് എന്ന് പറഞ്ഞൊരു വാക്കെടുക്കുക, ടേക്ക് എടുക്കുക. അത് സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ അതിന്റെ അർത്ഥം എടുക്കുന്നു. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ എടുത്തുകൊണ്ടേയിരിക്കുകയാകും. ഇതാണ് ഒരു വേർഡിന് ഈ ടെൻസുകളിൽ വരുമ്പോണ്ടാകുന്ന അർത്ഥം. ഇതാണ്. യെസ്, നമുക്ക് ടേക്ക് എന്നുള്ള വാക്കിന് ജമ്പോ റീഡോ റൈറ്റോ അതൊക്കെ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മാത്രം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇതിന്റെ അകത്ത് 2 ടെൻസ് ഞാൻ എടുക്കുക. ഒന്ന് പ്രസന്റ് കണ്ടിന്യൂവസ്, അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂവസ്. 2 ടെൻസ്. ഈ 2 ടെൻസില് അതിന്റെ അകത്താണ് ing വരുന്നത്. അതിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? ing വരുന്നുണ്ട്. ing വരുന്നതാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസും അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന 2 ടെൻസ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ സൂര്യയോട് പറയണം, പോയിട്ട് സൗമ്യനൊന്ന് വിളിക്കുക എന്ന് പറയും. യെസ്, ഓൺലൈൻ ക്ലാസ് അല്ല, ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് വിചാരിച്ചു. സൂര്യനോട് പറയുന്നു സൗമ്യനൊന്ന് വിളിക്കാൻ പറയുന്നു. അപ്പൊ സൂര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് സൗമ്യനെ വിളിക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് ദൂരം പോകുന്നു. ഞാൻ നോക്കിക്കഴിയുമ്പോ സൂര്യ മാത്രമാണ് തിരിച്ചു വരുന്നത് കാണുന്നത്. സൗമ്യനെ കാണുന്നില്ല. ആരെയാണ് വിളിക്കാൻ പറഞ്ഞത് അയാളെ കാണുന്നില്ല. അപ്പൊ ഞാൻ സൂര്യയോട് ചോദിക്കുകയാണ്, സൗമ്യ എവിടെ? അപ്പൊ സൂര്യക്കറിയാം സൂര്യയുടെ പുറകിലൂടെ സൗമ്യ വരുന്നുണ്ടെന്ന്. സൂര്യ ഇംഗ്ലീഷിൽ പറഞ്ഞു. അവൾ വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞു. She is coming. She is coming. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയാ? Is coming. ഓക്കെ, അവിടെ ആ കമ്മിങ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ing വന്നതാണ്. യെസ്, ing വരുമ്പോ എന്തായി? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാം. ഒരു ഹെഡിങ് എഴുതുക, പ്രസന്റ് കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ്, PRESENT, പ്രസന്റ് കണ്ടിന്യൂവസ് ഹെഡിങ് എഴുതുക. അപ്പോ ആ പ്രസന്റ് കണ്ടിന്യൂവസിന്റെ ഒരു വാചകം കാണുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂവസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതൊന്ന് അടിയിൽ എഴുതി വെച്ചാൽ എസ് പ്ലസ് എസ്, വെറുതെ എസ് പ്ലസ് ഈസ് ഒരു സ്ലാഷ് വരക്കുക, ആം ഒരു സ്ലാഷ് വരക്കുക, ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നുള്ള ഓരോ വര വരക്കാൻ പറഞ്ഞു കേട്ടോ. ഈസ്, ആം, ആർ. പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി എന്നുള്ളത്. വി പ്ലസ് ing. സർ ആറാണോ ഓറാണോ പറഞ്ഞേ? ആറ്. അറിയില്ലേ? വി പ്ലസ് ing. എസ്, ഞാൻ ഒന്നുകൂടി പറയാം. എസ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസ് ഫോമിന്റെ സ്ട്രക്ചർ. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഈസോ ആമോ ആറോ അല്ലെ ഏതെങ്കിലും ഒന്നുണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉണ്ടാവും, അതിനുശേഷം ing ഉണ്ടാവും. നോക്കാം, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സബ്ജക്റ്റ് പറയാണ് ഐ. അപ്പൊ ഐ സബ്ജക്റ്റ്. ഇനി ഈസ് ആം ആറുണ്ട്, അതിന്റെ കൂടെ എന്ത് വരുള്ളൂ? ആം വരുള്ളൂ.
I am. ഞാനൊരു വെർബ് പറയുന്നു, വർക്ക്. അതിന്റെ കൂടെ ഒരു ing, വർക്കിംഗ്. I am working. ഉണ്ടോ? ഷീ സബ്ജക്റ്റ്, ഷീയുടെ കൂടെ ഈസ് വരുള്ളൂ. ഷീ ഈസ് ഡാൻസിങ്. ഡാൻസ് എന്നുള്ളതിന്റെ കൂടെ ing, പ്രസന്റ് കണ്ടിന്യൂസ്. ഇവിടെ നമ്മൾ ഈ ing ഉള്ള ഈ വേർഡ് ഉപയോഗിക്കുന്നത് വെർബായിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്തായിട്ടാണ്? അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. അപ്പൊ ചാനൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ചാനലുള്ള? ഇതൊരു കുക്കിംഗ് ചാനലാണ്. യെസ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? വെർബായിട്ടാണ്. വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിൽ ഈസ്, ആം, ആറ് എന്നൊന്നുണ്ടാവും. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ഉണ്ടാവും. ഓക്കെ, മേരി ദിശ sir. സ്വന്തമായിട്ട് എക്സാമ്പിൾ പറഞ്ഞേ, പ്രസന്റ് കണ്ടിന്യൂസിന്റെ. She's going. ഷീസ് ഗോയിങ് ഒന്നൊരു ഭംഗിയാക്കാൻ വേണ്ടി ടു മാർക്കറ്റ് ആക്കാം. അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു ഭംഗി ഇട്ടെ. ഷീസ് ഗോയിങ്. She's going to the church. ഓ, ഞാൻ അടുത്ത ചർച്ച് എന്ന് പറയാൻ പോയിരുന്നു. അപ്പോഴും വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഷീസ് ഗോയിങ് ടു ചർച്ച്, ഷീസ് ഗോയിങ് ടു ടെമ്പിൾ, ഷീസ് ഗോയിങ് ടു മോസ്ക് എന്ന് പറയുന്നത് നമുക്ക് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സൗമ്യ. ഈസ് ഇല്ലാതെ വേറെ വാക്കുണ്ട്, അത് വേറെ കൊടുത്തു. They are dancing. They are dancing. Dancing ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് മാറ്റി വേറെ വാക്ക് പുതിയത് പിടിക്കും. They are cooking. Yes, they are cooking. ഞാൻ അതിന്റെ കൂടെ ഒരു ബിരിയാണി കൂടി ചേർക്കാൻ. They are cooking ബിരിയാണി. ഭംഗിയിരിക്കട്ടെ. They are cooking ബിരിയാണി. യെസ്, ഇപ്പൊ മനസ്സിലായില്ല? സബ്ജക്റ്റ് കഴിഞ്ഞു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞ്, പിന്നെ വെർബും കഴിഞ്ഞ്, പിന്നെ ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഈ രീതിയിൽ ഉപയോഗിക്കണം ing ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? നമ്മൾ പറഞ്ഞു ing ഉള്ള വേർഡാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ടേക്ക് ആണെങ്കിൽ ടേക്കിംഗ്, ജമ്പ് ആണെങ്കിൽ ജമ്പിങ്, ലുക്ക് ആണെങ്കിൽ ലുക്കിംഗ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്. ing വരുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉള്ള വാചകം അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വാചകം എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു വെർബായിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? വെർബ്. അപ്പോ അതിന് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലാണ് അത് ഉപയോഗിക്കേണ്ടി വരാം. കാരണം പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, പിന്നെ ing. അത് കഴിഞ്ഞാൽ ing. യെസ്, the girl is talking nicely. ഓക്കെ രേവതി. അപ്പൊ ഓക്കെ, അപ്പൊ രേവതിയോട് തന്നെ ചോദിക്കാം. രേവതി, രേവതിയോടെ പോയാ? ഐ സബ്ജക്റ്റ് ആവുമ്പോ ഈസ് വരും, ആം വരും, ആറ് വരും. ഐ സബ്ജക്റ്റ് ആവുമ്പം ആം വരും. ഐ ആം. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഐ ആം. ഐ വരുമ്പോ ഐ ആം. ഐ ആം വരും അല്ലേ? ഉറപ്പ്? മാറൂല്ല? ഇല്ല, മാറില്ല. മാറൂല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്രാമത്തെ അക്ഷരമാണ് ഐ? ഒന്ന് കൈവെള്ളം മടക്കി നോക്കി. 9th letter ആണ്. 9th പറഞ്ഞ രേവതി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ എന്നുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞ. In English alphabet, I stands in 9th position. ഓ, കറക്റ്റ് ആണോ സർ? ഒന്നുകൂടി പറഞ്ഞേ. In English alphabet, I stands in the 9th position. യെസ്, ആ പൊസിഷൻ എന്നുള്ള വാക്കൊക്കെ ഒന്ന് മാറ്റി. മാറ്റിട്ട് 9th ലെറ്റർ എന്നുള്ള പറഞ്ഞു. ഓക്കെ സർ. 9th letter. English alphabet, in English alphabet, 9th stands in 9th letter. Sorry, I stands in 9th letter. 9ാമത്തെ ലെറ്റർ ആകുന്നു. It stands as 9th letter. യെസ്, ഓക്കെ. എന്നാൽ ഈ സമയം മുട്ടരുത് അല്ലേ? യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. ബിരീഷ,
Sir. പറഞ്ഞു നോക്കിയേ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 9ാമത്തെ അക്ഷരമാണോ ഐ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. In English alphabet, I stands in 9th position. ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് അവിടെ നിൽക്കട്ടെ. ഐ തുടങ്ങി ആരംഭിച്ചു. ഐ തുടങ്ങി ആരംഭിച്ചു. ഐ the alphabet. I എന്നെ തുടങ്ങണം ആദ്യം. ഐ തുടങ്ങും. I stands in. ഐ സ്റ്റാൻഡ്സ് പറയില്ല. അപ്പൊ നിമിഷം ഐ കംസ് ഇൻ ദ 9th place ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലെ. അത് നമുക്ക് വേറെ രീതിയിലും പറയാം, ആം വെച്ച് പറയാം, അല്ല ഈസ് വെച്ച് പറയാം. ആ ഐ എന്നുള്ള ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടാം. I is the 9th letter in English alphabet. യെസ്, ഓക്കെ ഓക്കെ. ഞാൻ അത് രേവതിയെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. രേവതി പക്ഷെ പിടുത്തു തന്നില്ല. വേറെ വഴിക്ക് പോയി. യെസ്, ഓക്കെ ഓക്കെ. ഐ എന്നുള്ള ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് കൊടുക്കണം. ഓക്കെ, ചുമ്മാ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത് വിട്ടേര്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് ഐ എൻ ജി. ഇതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും ഈ ഐ എൻ ജി എന്ന് പറഞ്ഞ വേർഡ് വരും. അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് ആയിരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് അടുത്ത ഹെഡിങ്. അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട്. അതിന്റെ ഷോർട്ട് ഫോം ആണ് എസ്. എസ് പ്ലസ് വാസ്, WAS വാസ്. അതിന്റെ ഒരു സ്ലാറ്റ് വരുത്തുക. വാസ് ഒരു സ്ലാറ്റ് വരുത്തിട്ട് വേർ, WERE വേർ. വാസ് അല്ലെങ്കിൽ വേറെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം എഴുതുക വി. പ്ലസ് ING, പ്ലസ് ING. സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING. കേട്ടോ, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അർത്ഥം. സബ്ജക്ട് വേണം, വാസ് അല്ലെങ്കിൽ വേറെ വേണം, വെർബ് വേണം, പിന്നെ അതിന്റെ കൂടെ ING വേണം. യെസ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈസ്, ആം, ആറ് ഈ 3 വാക്കിന്റെ അർത്ഥം ആകുന്നു എന്നാണ്. വാസിന്റെയും വേറിന്റെയും അർത്ഥം എന്താണ്? ആയിരുന്നു എന്നാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാകുന്നു. ഐ വാസ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ പോവുക ആയിരുന്നു. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഈ സാമാറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസും വേറെ എന്നുള്ള കാര്യം മറക്കാതിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഞാനൊരു സബ്ജക്റ്റ് പറയണം, ദേ. ദേയുടെ കൂടെ വാസു വരും, വേറെ വരും, വേറെ വരും. ഓക്കെ ഓക്കെ രാസ്മിന, ഇനി റീഡ് എന്ന് പറയുന്ന ഒരു വെർബിന്റെ കൂടെ ഞാനൊരു ING കൂടി ചേർക്കുന്നു. റീഡിങ് ബുക്ക്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് ഞാൻ ഐ എന്ന് എടുക്കുകയാണ്. ഐ വരുമ്പോ കൂടെ വാസ് വരും. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. നോക്കിയേ, അവിടെയും ING വന്നിട്ടുണ്ട്. ആ ING എന്ന് പറഞ്ഞ സംഗതി എവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? വെർബായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ING ഉള്ള വേർഡ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഇത് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വെർബാണിത്. ആ വെർബ് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ഈസ്, ആം, ആറ്, വെർബ് ING, വാസ്, വേറെ, വെർബ് ING. ഇങ്ങനെയാണ് പറയുന്നത്. 2 ടെൻസുകളിലാണ് പ്രധാനമായിട്ടത് വരിക. യെസ്. അപ്പൊ ഒരു കാര്യം ഷിജിന. ഹലോ സാർ. യെസ്, ഓക്കെ. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വാചകമുള്ളത് സബ്ജക്ട് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING. സ്വന്തമായിട്ടൊരു വാചകം പറഞ്ഞു. ഐ വെച്ച് തുടങ്ങാണോ? വാട്ട് എവർ ഇറ്റ് മേ ബി, നോ പ്രോബ്ലം. ഇഷ്ടമുള്ളത്. ഐ വാസ് ടുഡേ. അല്ല, ഇനി ഇനി വാസം ഇനി ഒരു വെർബും കൂടെ ING കൂടി ചേർക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ടുഡേ കൊണ്ടുവരാം. ഐ വാസ് ഒരു വെർബും അതിന്റെ കൂടെ ING. അത് കഴിഞ്ഞ് ടുഡേ മതി. ഓ
അത് കഴിഞ്ഞിട്ട് ടുഡേ എന്നുള്ള വേർഡ് ചേർത്താൽ മതി. I was. ആ, mm, പാടാറുണ്ടോ? Song. സോങ് അല്ല, പാടുക എന്നുള്ളത് സിംഗ് ആണ്. Singer. I was singer today. ഓക്കെ അതിനകത്തൊരു ഇത് നോക്കുക. ഐ വാസ് അത്തരം വരെ ഷീല പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. SING സിംഗ്. ആ സിംഗിന്റെ കൂടെ ഒരു ഐ കൂടി ചേർക്കുമ്പോ സിംഗി. Singing. ഐ വാസ് സിംഗിങ് കേട്ടോ. ഐ വാസ് സിംഗിങ്. ഓക്കെ ആ ഓക്കെ രാസ്മിന വേറെ പറയൂ. പിന്നെ I was today market. ആരാ പറഞ്ഞേ? രാസ്മിന ഞാനാണ് പറയേണ്ടത് മാം. സോറി. പറഞ്ഞു. ഐ വാസ് വാച്ചിങ് ദ TV. ഐ വാസ് വാച്ചിങ് ദ TV. കറക്റ്റ് ആണ്. ഐ സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ വാസ് ഉണ്ട്, വാച്ച് അതിന് കൂടെ ഐ വാസ് വാച്ചിങ് TV. ഓക്കെ വെരി ഗുഡ്. യെസ് സർ, അത് ഒരു കാര്യം നമ്മൾ പറഞ്ഞ് അടുത്ത കാര്യം പറയാൻ വേണ്ടി പറയുമാണ് ഈ വാർഡ് ഉപയോഗിക്കുന്നത്. ഞാൻ അപ്പോൾ TV കാണുകയായിരുന്നു എന്നുള്ള എന്തൊക്കെ ഒരു കാര്യം പറയുന്നതിന് മുന്നേ. യെസ് അല്ല അത് നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇംഗ്ലീഷില്. സബോർഡിനേറ്റീവ് ക്ലോസ് മെയിൻ ക്ലോസ് എന്ന് പറയുന്ന സംഗതി. സബോർഡിനേറ്റീവ് ക്ലോസ് മെയിൻ ക്ലോസ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാസ്മിനൊക്കെ പറയാം. രാസ്മിന് അഖിലനെ കാണാൻ വേണ്ടി ഇന്നലെ പോയി. അഖില ആ സമയത്ത് ഉറങ്ങിയായിരുന്നു. അത് ഞങ്ങളോട് പറയുന്നത് ഇന്നാണ്. ഇന്ന് രാസ്മിൻ അത് പറയുമ്പോ അഖില ഉറങ്ങിയല്ല. യെസ്, ഇന്നലെ ചെന്നപ്പോ ഉറങ്ങിയായിരുന്നു. അത് ഇംഗ്ലീഷ് പറഞ്ഞേ. ഞാൻ ഇന്നലെ ചെന്നപ്പോൾ അഖില ഉറങ്ങുകയായിരുന്നു. നമുക്ക് ഇങ്ങനെ പറയാം. When I went there. അഖില വാസ് സ്ലീപ്പിംഗ്. അഖില എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ഹലോ സാർ, ഞാൻ പറഞ്ഞപ്പോഴേ മ്യൂട്ടായിരുന്നു. ഓക്കെ പറഞ്ഞോളൂ. I was singing song. വെരി ഗുഡ്. ഓക്കെ മതി കുഴപ്പമില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഐ വാസ് ഗോയിങ് ടു മാർക്കറ്റ്, അതും കറക്റ്റ് ആണ്. ഓക്കെ സൗമ്യ കറക്റ്റ് ആണ്. ഓക്കെ ആര്യ വിനു യെസ്. ബിനീഷ പറഞ്ഞോളൂ. ആര്യ ഒരു സെന്റൻസ് പറയും സ്വന്തമായിട്ട്. I was skipping. യെസ് കറക്റ്റ് ആണ്. യെസ്. ബിനീഷ He was sitting on the chair. യെസ്. ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. യെസ്. ഓക്കെ കറക്റ്റ് ആണ്. ജോൺഫി പറഞ്ഞത് കറക്റ്റ് ആണ്. റിനി യെസ്. I was revising for my exam. I was revising for my. Okay, Rini, no problem. Yes. I was revising for my exam. Oh, Lily and the live examination. Very good. I was revising for my exam. Yes. About Nishma Parino, I was reading yesterday evening. അപ്പൊ ആ റീഡിങ്ങിന്റെ യെസ്റ്റർഡേ ഇടയിൽ ഒരു വാക്കുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിമിഷ കുറച്ചുകൂടി സ്റ്റൈലാണ്. ഐ വാസ് റീഡിങ് ആൻ ഇംഗ്ലീഷ് നോവൽ യെസ്റ്റർഡേ. വേറെ വഴിക്ക് അങ്ങനെ പോകും. ചില കറികളിൽ എന്തെങ്കിലും ഒരു യെസ്. ഓക്കെ രേവതി, എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ വേറൊരു ലെവലിൽ കിട്ടില്ലേ? യെസ് എന്ന് പറഞ്ഞ പോലെയാണ്. യെസ്, നമുക്ക് വേറൊരു ഭംഗി അയക്കുന്നതാണ്. ഐ വാസ് മേക്കിംഗ് എ ന്യൂ ഡിഷ് ഇൻ മൈ. Okay. Yes, I was making a new dishes. Okay. I was preparing a food. Okay, Viji. Certainly correct. Very good. Yes. Apa Sahida. Okay, Sahida Sai. They were cooking breakfast. Sahida. My God, I got better. Yes. Yes, sir. Very good, Sahida. How are you? I'm fine. Very good. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും. സിമ്പിൾ ആണ്. ഞാനൊരു സെന്റൻസ് പറയണം. ഐ കഴിഞ്ഞ വാസ് വരുമോ വേറെ വരും? I was. ഉറപ്പാണ്? Was.
സാഹിത ഉറപ്പാണ്? ആ. 100%? ഐ വാസ് നോട്ട് വെൽ യെസ്റ്റർഡേ. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആവില്ല, ജിനു സെന്റൻസ് കറക്റ്റ്, കാരണം അതിനകത്ത് ing ഇല്ല. അത് നമുക്ക് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ യെസ്റ്റർഡേ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ സഹിത Yes, sir. വാസ് എന്ന് ഉറപ്പിച്ചോ? ആയി കഴിഞ്ഞാൽ വാസ് വരുള്ളൂ, വേറെ വരില്ലെന്ന്. ആ. ഓ ഇപ്പൊ സാഹിത്യം എന്തെങ്കിലും ഉടായ്പായിട്ട് വന്നായിക്കുള്ളൂ സാറ്. എന്തായാലും മനസ്സിൽ പറഞ്ഞത് ഇല്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലെ? യെസ്. ഓക്കെ സാഹിത, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ആർക്കെങ്കിലും ഐ കഴിഞ്ഞാൽ വാസ വരുന്നുള്ളൂ, വേറെ വരില്ലേ? വേറെ വരുമെന്നത് അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വരില്ലേ സർ? ഉം. I were 34 years old last year. ലാസ്റ്റ് ഇയർ. അപ്പൊ അത് അവിടെ വേറെ വരില്ല, പക്ഷെ വേറൊരു രീതിയിൽ വരും. യെസ് സർ if കഴിഞ്ഞിട്ട് if I വെരി വേറെന്നാ ഗുഡ് വെരി കേട്ടിട്ട് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. conditions ആ അതായത് ഇംഗ്ലീഷില് റിയൽ ആൻഡ് അൺറിയൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. റിയൽ കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന അൺറിയൽ കണ്ടീഷനാണ്. അൺറിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയും. ഇപ്പൊ ഞാനിപ്പോ പറയാണ്, വിനീതിനോട് പറയാണ്, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഞാൻ വിനീതിനോട് പറയാണ് എന്നെങ്കിലും നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോണില്ല. ഞാനും ജനിച്ചു, വിനീതയും ജനിച്ചു, പിന്നെ എങ്ങനെ നടക്കുന്നത്? പിന്നെ വെറുതെ പറയാൻ മാത്രമേ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അൺറിയൽ കണ്ടീഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഐ കഴിഞ്ഞാൽ വാസ് ഉപയോഗിക്കരുത്, വേറെ ഉപയോഗിക്കരുത്. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഐ കഴിഞ്ഞാൽ വാസേ വരുള്ളൂ, അത് ഉറപ്പ്. പക്ഷെ ഈ സ്ഥലത്ത് ഐ കഴിഞ്ഞാൽ എന്ത് വരും? വേറു വരും. അപ്പൊ ഐ കഴിഞ്ഞിട്ട് വേറെ വരുമ്പോ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് എന്ന് പറയരുത്. ഇങ്ങനൊരു സാധനം ഇംഗ്ലീഷിൽ എടുക്കുള്ളൂ, ഇങ്ങനെ നിയമങ്ങളുണ്ട്, അൺറിയൽ കണ്ടീഷൻ. അത് ഓർത്തിനാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു. ഒരിക്കലും നടക്കില്ല. അപ്പൊ കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഇഫ് ഐ വേർ എ മില്യണയർ, ഞാനൊരു കോടീശ്വരനായിരുന്നെങ്കിൽ, എനിക്കറിയാൻ എങ്ങനെയാവില്ലെന്ന്. നേരെ മറിച്ച് ഈ 5 വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യതയുണ്ട്, നടക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഐ കഴിഞ്ഞ വാസ് പറയണില്ല, എനിക്കറിയില്ല, എനിക്കറിയാം നടക്കില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ എനിക്ക് പറയാം, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അപ്പൊ ഇഫ് ഐ വാസ് എ ബേർഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പക്ഷിയാവാൻ സാധ്യതയുണ്ടാവും. കാരണം ലിനിക്ക് ഒരിക്കലും എന്താവാൻ പറ്റില്ല, ഒരു പക്ഷിയാവാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ത് പറയണം? ഇഫ് ഐ വേർ എ ബേർഡ്. ഇതാണ് കറക്റ്റ്. അപ്പൊ ഐ സാർ മോക്ക് ടെസ്റ്റില് ഇത് കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻസിന്റെ മോക്ക് ടെസ്റ്റിൽ ഞാൻ കണ്ടിരുന്നത്. ഇഫ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഐ കഴിഞ്ഞിട്ട് വേറെ വരുമ്പോ ഉടനെ ഓർത്തിരിക്കുക. ഓക്കെ സുധുർവേ പറഞ്ഞപ്പോ അത് ഓർത്തില്ലേ? വെരി ഗുഡ്. യെസ്. അപ്പോ അത് ഒന്ന് ഓർത്തിരിക്കുക. ഐ കഴിഞ്ഞാല് വാസല്ല, വേറെ വരാൻ സാധ്യതയുണ്ട്, ഇന്ന കണ്ടീഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. വിനീത. ഹലോ സാർ. യെസ് പറഞ്ഞോളൂ. അതെ, ഞാനേ റിലേറ്റീവ്സിന്റെ വീട്ടില് പോകാൻ പോവാണ്. ഞാന് റെക്കോർഡ് ക്ലാസ് എന്നിട്ട് നോട്ട് അയക്കോണ്ട്. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. വിനീത. വിനീത വിനീത ഒരു കേട്ടാ. ജോൺഫി. യെസ്. അപ്പോ ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്നൊരു വാചകം പറഞ്ഞു വിനീത. നടക്കാൻ പറ്റാത്ത സംഭവിക്കും. ഹലോ സർ. ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്നൊരു വാചകം പറയാം എന്ന് വെച്ചാല് പറയുന്ന വാചകം നടക്കാൻ പറ്റുന്ന സംഭവം, നടക്കാൻ സാധ്യത ഇല്ലാതിരിക്കും. അപ്പൊ പറഞ്ഞില്ലേ, ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്, ഇഫ് ഐ വേർ എ ബേർഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ
നടക്കാൻ സാധിക്കും, എന്നാലേ വേറെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. I were in Goa. യെസ്. അപ്പൊ ഒരു ഇഫ് കൂടി ചേർക്കും, ഞാനൊരു ആൺകുട്ടിയായിരുന്നു. ഇഫ് ഐ വേർ എ ബോയ്, ഇഫ് ഐ വേർ എ ബോയ്, ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സംഗീത, സംഗീത പറയൂ. If I were a animal. If I were a? If I were a animal. Yeah. If I were an animal. Okay. Animal. കുട്ടികളൊക്കെ ആവാട്ടോ അല്ലേ? അത് ഇങ്ങനെ ചാൻസ് കിടക്കണം, പ്രായവും കാലവും നമ്മുടെ മുന്നിലേക്ക് നിവർന്ന് കിടക്കല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് ഓടിയാടെ എത്താൻ നമുക്ക്. യെസ്. അപ്പൊ അത് പിടികിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് പറഞ്ഞു വന്നത് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇഫ് ഐ വേർ എ ഹെൻ ഐ വുഡ് ലേ എഗ്സ് ഓഫ് ലിലി. കോമഡി ആണല്ലോ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ എഗ്സുമായി ബന്ധപ്പെട്ട ഒരു ഫീസ്റ്റ് ഉണ്ട്, ഒരു ആഘോഷമുണ്ട്, എന്താന്ന് പറയാം? എന്താണ് സാർ? Easter. ഈസ്റ്റർ. ഈസ്റ്റർ ഇസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനേ ഇപ്പോ ലിലി പറഞ്ഞു ഇഫ് ഐ വേർ എ ഹെൻ ഐ വുഡ് ലേ എഗ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാണ് ഈ മുട്ടയുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷമുണ്ട്, അത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടാന്ന്? യെസ്, ഓ നിമിഷ. ഇഫ് ഐ വേർ എ കിങ്, രാജഭരണം ആയിരിക്കണം, ഐ വുഡ് ഹെൽപ്പ് ദ പൂവർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ, നല്ല മനസ്സുള്ളവരൊക്കെ ഉണ്ടല്ലോ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഞാൻ ക്രോഡീകരിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരുന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ തൊട്ടില്ല, അത് മാറ്റി വെച്ചു. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ ഒരു ING, പ്രസന്റ് ടെൻസിന്റെ കൂടെ ഒരു ING ചേർത്ത് കഴിഞ്ഞാൽ അതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപയോഗിക്കുന്ന ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു സ്ഥലത്ത് അഡ്ജക്റ്റീവ് ആയിട്ടും വേറൊരു സ്ഥലത്ത് വെർബായിട്ടും ഉപയോഗിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ട് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടി വരിക. ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസും ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസും. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING ആണ്. അത്രയും പിടി കിട്ടിയോ? എനി ഡൗട്ട്? യെസ്, ഓക്കെ. അപ്പോ ഇനി നമ്മൾ നേരത്തെ നിർത്തിവെച്ച സംഗതി, നമ്മള് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പിന്നെടുക്കാന്ന് പറഞ്ഞില്ലേ, ഇനി നമ്മൾ ആ സാധനം എടുക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചല്ല, അത് നമ്മൾ വിട്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊരു വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ടെൻസ് ഉണ്ടാകും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം, ഇങ്ങനെ 3 കാലങ്ങൾ പറയും. വർത്തമാനം, ഭൂതം, ഭാവി. വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി. ഭാവി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നു. യെസ്. അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ വർത്തമാനകാലം എന്നുള്ളതിന് പ്രസന്റ് ടെൻസ്, ഭൂതകാലം എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ്. പിന്നെ മലയാളത്തിലാണ് ഭാവി കാലം എന്നുള്ളത്. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ ഭാവി കാലം എന്നുള്ള പേരിന് ഇല്ല, വേറൊരു പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഭാവി കാലം അല്ല കേട്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള പേരാണ്. മൂന്നാമത്തെ ഫോം. ഇതിനെ തന്നെ V1, V2, V3 എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉദ്ദേശിക്കുന്നത് സെയിം അർത്ഥമാണ്. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു വാക്ക് പറയാം. ഞാനിപ്പോ ഗോ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് പറയും. എന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോ. ഗോ, വെന്റ്, ഗോ.
ഞാൻ വേറൊരു വേർഡ് പറയുന്നു, കട്ട്. പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കട്ടുന്നുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും കട്ടുന്നുണ്ട്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. മൂന്നിനും ഒറ്റ വേർഡ് തന്നെയാണ്. ഞാൻ വേറൊരു വാക്ക് പറയാം, LOOK, ലുക്ക്. അത് പ്രസന്റ് ആണ്. Look. അതിന്റെ പാസ്റ്റ് ലുക്ഡ്, LOOKED. അത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ലുക്ഡ്, ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. ഓക്കെ, ഇവിടെ കിട്ടിയാലോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചില വെർബുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്നും ഡിഫറെന്റ് ആയിരിക്കും. ചില വെർബുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. വേറെയും ചില വെർബുകളുടെ പ്രസന്റ് ടെൻസ് ഒരു രീതിയിൽ, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുമിച്ച് ഒരേപോലെ. യെസ്. അപ്പൊ അവിടെ ഞാൻ നോക്കട്ടെ. ദെൻ സൗമ്യ ഉദയകുമാർ. യെസ്, ഞാനൊരു വാചകം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഐ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ. സെന്റൻസ് ആണ്, ഐ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് CUT, കട്ട് എന്ന് പറയുന്ന വേർഡ്. ആ വെർബ് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്? Past ആണ് sir. പാസ്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായി പാസ്റ്റ് ആണ്? Yesterday. വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, അത് പ്രസന്റ് ടെൻസ് അല്ല, അത് പാസ്റ്റ് ടെൻസ് ആണ്. കാരണം എന്താണ്? സൗമ്യ നോക്കിയപ്പോ അതിനകത്ത് ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കുകളുണ്ട്. യെസ്റ്റർഡേ. അപ്പൊ മനസ്സിലായി ഇത് ഇന്നലെ കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പൊ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വെർബുകൾക്ക് നിങ്ങൾ എപ്പോഴും ആ സെന്റൻസിന്റെ അകത്ത് ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളുണ്ട്. യെസ്, ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. യെസ്, മിന്നു. മിന്നു, യെസ്. Then Vijay case. Yes, sir. Okay, ഞാൻ മലയാളത്തിൽ വാചകം പറയണം. Okay. ക്ലാസ്സിലാണോ? അല്ലല്ല. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു. ഞാൻ Yesterday I read a book. Okay, very good, very good. Surmi. ഇതേ ക്വസ്റ്റ്യൻ തന്നെ സുറുമിയോട് ചോദിക്കുക. യെസ്, ഇന്നലെ ഞാനൊരു പുസ്തകം വായിച്ചു. I read a book yesterday. വെരി ഗുഡ്. നോക്കിയേ വിജി, റീഡ് സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷെ യെസ്റ്റർഡേ എന്ന് വന്നപ്പോ അവിടെ റീഡ് അല്ല, സ്പെല്ലിംഗ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് പറയണം? അത് പാസ്റ്റ് ടെൻസ് ആണ്. കാരണം റീഡ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റെഡ് ആണ്. സ്പെല്ലിംഗ് RED തന്നെയാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും RED തന്നെയാണ്, പക്ഷെ അതിന് റെഡ് എന്നാണ് പറയേണ്ടത്. അപ്പൊ യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ വന്നപ്പോ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ റീഡിന്റെ പാസ്റ്റ് ടെൻസ് റെഡ്, സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്താണ്? റെഡ് എന്ന് പറയുന്നത്. യെസ്, അത് എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഓരോ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വാക്കുകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കിന്റെ യെസ്, യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് ഇയർ എന്നോ ലാസ്റ്റ് മന്ത് എന്നോ ടുഡേ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല വാക്കുകൾ കൊണ്ടുണ്ടാവും. യെസ്, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഞാൻ പോയ പോക്കിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. യെസ്, വീണ്ടും നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് മടങ്ങി വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വെർബ് എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് കീഴെയുള്ള വാക്കുകളിലെ അതാ എടുക്കാം. എന്താ എടുക്കാവൂ? ഗോ ഉപയോഗിക്കാൻ പാടില്ല, വെന്റ് പാസ്റ്റ് അത് ഉപയോഗിക്കാൻ പാടില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതിന്റെ കീഴിലുള്ള വാക്കുകളെ ഉപയോഗിക്കാവൂ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ലിനി തോമസ്,
Yes, sir. യെസ്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, പ്രസന്റ് ടെൻസ്. വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, പോയി. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഈ ഗോണിന്റെ അർത്ഥം എന്താണ്? പോയി. അപ്പൊ എന്ന് പറഞ്ഞാൽ പോലെ പോയി കഴിഞ്ഞു. സോറി. യെസ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. മേരി ദൃശ്യ. sir. അപ്പൊ സഫീദ അതായത് വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോലെ പോകും, വിൽ ഗോ പോകും, വിൽ ടേക്ക് എടുക്കും. മേരി ദൃശ്യ എന്താണ്? വാട്ട് ഈസ് ഇതില് ഗോൺ പോയി ഇനി തിരിച്ചു വരില്ല എന്നാണോ? യെസ്, ആ വഴി പോയി അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ജിനു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? പോയി കഴിഞ്ഞു എന്നാണോ? പോയി കഴിഞ്ഞു. അപ്പൊ ലിനിയുടെ പോവേണ്ട അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ, സംഗതി കറക്റ്റ് ആണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് അതിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ആരെങ്കിലും ഒന്ന് ചാരി നിൽക്കണം. എന്ന് പറഞ്ഞാല് ഒരു ഓക്സിജൻ കൂടെ മുട്ടി നിന്നെങ്കിൽ നമുക്ക് ഇതിന് അർത്ഥം പറയാൻ പറ്റും, അല്ലാതെ നമുക്ക് ഇതിന് അർത്ഥം പറയാൻ പറ്റില്ല. യെസ്. പോകും എന്നാണെങ്കിൽ സഫീദ പറഞ്ഞ പോലെ പോകും എന്നാണെങ്കിൽ എല്ലാ പ്രസന്റ് ടെൻസിന്റെയും മുമ്പിൽ ഒരു വില്ല് ചേർത്ത് കഴിഞ്ഞാൽ പോകുന്നതായി. ഗോ പോകുക, വിൽ ഗോ പോകും. ടേക്ക് എടുക്കുക, വിൽ ടേക്ക് എടുക്കും. ജമ്പ് ചാടുക, വിൽ ജമ്പ് ചാടും. അപ്പൊ എല്ലാ പ്രസന്റേഴ്സിന്റെ മുന്നിലും വില്ല് ചേർത്താല് അല്ലെങ്കിൽ ഷാല് ചേർത്താല് അതെന്തായി? ഫ്യൂച്ചർ, ഭാവി കാലം. അപ്പൊ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി അത് ഒറ്റയ്ക്ക് നിൽക്കില്ല, അതിന്റെ കൂടെ ആരെങ്കിലും മുട്ടി നിൽക്കണം. നമ്മൾ അങ്ങനെയല്ലേ, ഒറ്റക്ക് നിൽക്കില്ല ചില കാര്യങ്ങളില്. ആരെങ്കിലും ഒരാൾ ധൈര്യത്തിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിൽക്കും. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം പറയാനായിട്ട് പറ്റില്ല. അതാണ് അതിന്റെ അത് ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ. യെസ്. അപ്പൊ അതിന്റെ അർത്ഥം പറയാൻ പറ്റും. യെസ്. അപ്പൊ എല്ലാ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെയും അതിന്റെ മീനിങ് കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു പേരും കൂടി ചേരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പറയാനായിട്ട് പറ്റും. യെസ്. അപ്പൊ അതങ്ങനെ പറഞ്ഞേക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറഞ്ഞത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിലുള്ള വാക്കുകളെ നമ്മൾ ഉപയോഗിക്കും. യെസ്. അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കണം, ഒരു പേരിനെ വിശേഷിപ്പിക്കണം. അങ്ങനെ ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞില്ലേ, വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ, രേവതി ഇന്നസെന്റ് ലേഡി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആ ലേഡിയെ വിശേഷിപ്പിക്കുകയാണ് എങ്ങനെയാണ്? ഇന്നസെന്റ്. ആ ഇന്നസെന്റിന് പകരം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഒരു വെർബിന്റെ മൂന്നാമത് വരുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളായ വാക്ക് ആണ് ഉപയോഗിക്കുന്നത്. യെസ്. മൂന്നാമത് വരുന്ന ഒരു വേർഡ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പ്രസന്റ് ടെൻസ് യൂസ് ആണ്, യുഎസ്ഡി, യൂസ്ഡ്. പാസ്റ്റ് ടെൻസ് എന്താണ്? യൂസ്ഡ്, യുഎസ്ഇഡി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? യൂസ്ഡ്, യുഎസ്ഇഡി. അപ്പൊ യൂസ്, യൂസ്ഡ്, യൂസ്ഡ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മനസ്സിലായല്ലോ? യെസ്. അത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു വാചകം പറയണം. എന്റെ കയ്യിൽ ഒരു കാറുണ്ട്, അത് ഞാൻ വിൽക്കാനായിട്ട് വെക്കണം. അപ്പൊ ഞാൻ പറയണം, the car is ready for sale. The car is ready for sale. Sale എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പന. യെസ്. The car is ready for sale. അപ്പൊ നോക്കിയേ, കാറ് റെഡിയാണ്, വിൽപ്പനക്ക് റെഡിയാണ്. ഞാൻ ആ കാർ എന്ന് പറയുന്നത് പേരല്ലേ, നൗണല്ലേ? ആ വേർഡിന്റെ മുന്നിൽ, കാറിന്റെ മുന്നിൽ ഞാൻ വേറൊരു വാക്ക് പിടിച്ചിറക്കിയത്. ആ യൂസ് എന്ന് പറഞ്ഞ വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കുകയാണ്. അപ്പൊ നോക്കി, ദി യൂസ്ഡ് കാർ. അപ്പൊ കാറിനെ വിശേഷിപ്പിക്കുകയാണ്. പുതിയ വണ്ടിയല്ല, ഉപയോഗിച്ച വണ്ടി. ദ യൂസ്ഡ് കാർ ഈസ് റെഡി ഫോർ സെയിൽ. അപ്പൊ അവിടെ ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന യൂസ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, യൂസ് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? കാർ എന്ന് പറയുന്ന വേർഡിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ അഡ്ജക്റ്റീവായിട്ടല്ലേ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പൊ നിങ്ങളോട് പറയുന്നതാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ നിന്ന് ഒരു വാക്കുകൾ എടുക്കണം.
അത് വെച്ച് നിങ്ങൾ സെന്റൻസ് പറയണം. അങ്ങനെ പറയുന്ന സെന്റൻസിൽ ആ വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചില്ല. രീതിയല്ലോ. ഞാൻ വേണമെങ്കിൽ വേറൊരു പറയാം. വേറൊരു വാക്ക് പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഞാൻ ആദ്യം പറയാം. വാഷ്, അലക്കുക. WASH, വാഷ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാഷ്ഡ്. WASHD. യെസ്, WASHD, വാഷ്ഡ് പാസ്റ്റ് ടെൻസ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വാഷ്ഡ് തന്നെ, WASHD. എപ്പോഴും ഒരു കാര്യം ടെക്നിക്ക് ഓർത്തിരുന്നാൽ മതി. പാസ്റ്റ് ടെൻസ് ED വെച്ചിട്ടുള്ളതാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളും ED വെച്ചിട്ടുള്ളതായിരിക്കും. അത് ഉറപ്പാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചു. പാസ്റ്റ് ടെൻസിൽ ED ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED. അത് ഉറപ്പാണ്. അതൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചു, അറിയാൻ പാടില്ല. യെസ്. അപ്പൊ ഇവിടെ നോക്ക്, വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഞാൻ ഒരു വാചകം പറയും. എനിക്ക് ക്ലോത്ത്സ് ആർ CLOTHES, clothes are on the table. സാർ ഒന്നുകൂടെ പറയാ, ക്ലോസ് ആണോ? ക്ലോത്ത്, വസ്ത്രം, വസ്ത്രങ്ങൾ, തുണികൾ. CLOTHES, clothes are on the table. അതിന്റെ അർത്ഥം എന്താണ്? തുണികള് മേശപ്പുറത്തുണ്ട്, അല്ലെ? തുണികള് മേശപ്പുറത്തുണ്ട്. ആ തുണി എന്ന് പറയുന്നത് ഒരു നൗണാണ്. കാരണം എന്താണ്? ഒരു പേരല്ല, തുണി. ആ തുണിയുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാഷ് എന്ന് പറഞ്ഞ വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇല്ല, വാഷ്ഡ്, അതും കൂടി ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. വാഷ്ഡ് ക്ലോത്ത്സ്, അലക്കിയ തുണി. എടാ, അപ്പൊ തുണിനൊന്ന് വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള തുണിയാണത്? വാഷ്ഡ്, അലക്കിയ തുണി. അലക്കാത്തത് അറിയുന്നത്, അതാണ് മാറി ചെയ്തിട്ടുണ്ട്. അലക്കിയ തുണി അവിടെ ഇരിപ്പുണ്ട്, മേശപ്പുറത്ത്. വാഷ്ഡ് ക്ലോത്ത്സ് ആർ ഓൺ ദ ടേബിൾ. അലക്കിയ തുണി മേശപ്പുറത്ത്. യെസ്. ഓക്കെ. സുറുമി, കുക്ക്ഡ് ഫുഡ്. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ആലോചിക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ നിന്നൊരു വാക്കെടുക്കണം. അത് ഉപയോഗിച്ച് നിങ്ങൾ സെന്റൻസ് പറയണം. ആ ഉപയോഗിക്കുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒരു നൗണിനെ, ഒരു പേരിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. യെസ്. ഓരോരുത്തരും മനസ്സിനെ ആലോചിച്ചു. റെഡിയായവർക്ക് പറയാം, എഴുതുകയോ പറയുകയോ ചെയ്യട്ടെ. പിടികിട്ടിയല്ലോ? ഓക്കെ, റസ്മിന പറഞ്ഞോളൂ. കട്ട് ഫ്രൂട്ട്സ് ആർ സെല്ലിംഗ് ദാറ്റ് ഷോപ്പ്. ഫ്രൂട്ട്സ് ആർ സെല്ലിംഗ് എന്ന് പറയാം. ആ ഫ്രൂട്ട്സിന്റെ കൂടെ ഒരു കട്ട് കൂടി ചേർന്ന്, മുറിച്ച ഫ്രൂട്ട്സ്. കട്ട് ഫ്രൂട്ട്സ് ആർ സെല്ലിംഗ് ഓൺ ദി ഷോപ്പ്. വെരി ഗുഡ്. ഓക്കെ റസ്മിന. യെസ്. അതൊരു സംഗീത, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഷ് ടു മൈ ആ മൈ എന്നുള്ളത് അവിടെ നിന്ന് മാറ്റുക. അപ്പൊ തേച്ച വരും. അപ്പൊ എങ്ങനെ എഴുതും സാർ അത്? Brushed teeth is visible. To see. കാണാൻ ഭംഗിയുള്ളതാണ്. അല്ലെങ്കിൽ ആ മൈ എന്നുള്ള എന്റെ തേച്ച വലുകൾ. അത് കഴിഞ്ഞതിന്റെ കൂടെ ഓക്കെ. സാർ ഒന്നുകൂടി പറയട്ടെ. ക്ലീൻഡ് ചെയർസ് ആർ കീപ് ഇൻസൈഡ് ദ ക്ലാസ്. ക്ലീൻഡ് ചെയർസ് ആർ കീപ് ഇൻസൈഡ് ദ ക്ലാസ്. ചെയേഴ്സ് ആർ ഇൻസൈഡ് ദ ക്ലാസ്. കസേരകൾ ക്ലാസിന്റെ അകത്തുണ്ട്. ആ ചെയർ ഓക്കെ, ഞാൻ വരാം രേവതി, 8 മിനിറ്റ്. ആ കസേരയെ വിശേഷിപ്പിക്കുകയാണ്. ക്ലീൻഡ് ചെയേഴ്സ്, ക്ലീൻഡ് ആണ്. കഴുകിയ കസേരകൾ ക്ലാസിന്റെ അകത്താണ്. ഓക്കെ, രേവതി പറഞ്ഞോളൂ. The utensils are lying on the floor. The cleaned utensils are lying on the floor. Yes. Okay. ഇവിടെ മനസ്സിലാ, ഇവിടെ ക്ലീൻഡ് വന്നപ്പോ ഇവിടെ ക്ലീൻഡ് കയറിപ്പോയി അല്ലേ രേവതി?
നമ്മളിങ്ങനെ ആറ്റ് നോറ്റൊക്കെ വെക്കും, പക്ഷെ അതുകൊണ്ട് വേറെ ആൾക്കാരെ അടിച്ചിട്ട് പോകും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. സാർ ഞാൻ പറയട്ടെ. ഓക്കെ സബീത പറഞ്ഞു. ഷർട്ട്സ് ആർ ഇൻ ദ കബോർഡ്. ഫോൾഡഡ് ഷർട്ട്സ് ആർ ഇൻ ദ കബോർഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോൾഡ് എന്ന് പറഞ്ഞാൽ മടക്കി വെക്കുക എന്നാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഫോൾഡഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സബീത. ഫോൾഡഡ് ഷർട്ട്, ഫോൾഡ് ചെയ്ത ഷർട്ടുകൾ ആർ ഇൻ ദ കബോർഡ്. യെസ്, ഇൻ ദ കബോർഡ്. യെസ്. അത് ഓരോരുത്തർ പറഞ്ഞു. സെന്റൻസ് എടുക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വാക്ക് എടുക്കണം, ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കണം. അത് എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. Showed item here are fresh. Showed item. Showed item here are fresh. Yes. Okay. Very good. Very good. Very good. Okay, Surmi. Yes. So the chicken is ready to eat. The cooked chicken is ready to eat. Yes. Okay. It's me. Okay, Nimisha. Painted bench. Paint present tense ആണ്. Past tense painted. Painted. Painted benches. Okay. Sir, Revati, the Yes, chicken is ready to eat. The cooked chicken is ready to eat. Yes. Cooked chicken. പാകപ്പെടുത്തിയ ചിക്കൻ ആണ്. ചിക്കൻ വിശേഷിപ്പിക്കുകയാണ്. കുക്ക് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ? കുക്ക്ഡ്. കുക്ക്ഡ് ചിക്കൻ ഈസ് റെഡി ഫോർ ഈറ്റിംഗ്. അത് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിന് റെഡി ആയിട്ട് വിശേഷിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ഇത് മനസ്സിലാവാനിക്കൊന്നുമില്ലല്ലോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വേർഡ് ഉപയോഗിക്കണം, അത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. യെസ്. Cleaned bikes are in the showroom. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ക്ലീൻഡ് ഒക്കെ നമുക്ക് വിട്. ക്ലീൻഡ്, കുക്ക്ഡ് പറഞ്ഞു വിട്ടിട്ട് വെറൈറ്റി വേറെ മാറ്റി പിടിക്കും സബീത. പുതിയ പുതിയ വാക്കുകൾ പോരട്ടെ. ആരാണ്? I walked to the park. I walked to the park. അതിനകത്തൊരു പ്രശ്നമുണ്ട് ജോൺഫി. നോക്ക്, ഐ വാക്ക് ടു ദ പാർക്ക്. ഞാൻ പാർക്കിലേക്ക് നടന്നു. ഐ വാക്ക്ഡ് അതിന്റെ പാസ്റ്റ് ആണ്. ഞാൻ നടന്നു പാർക്കിലേക്ക്. അപ്പൊ നോക്കിയാൽ അത് പാർക്കിനെ വിശേഷിപ്പിക്കുകയല്ലോ. അപ്പോ അവിടെ നമ്മൾ ഒരു സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞ ടെൻസാണ് വന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ നിയമത്തിന്റെ കീഴിൽ വരുന്നത്. പാസ്റ്റ് ടെൻസ് കറക്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കറക്റ്റ് ആണ്. പക്ഷെ അത് വിശേഷിപ്പിക്കണം. എന്ത് വിശേഷിപ്പിക്കണം? പാർക്കിനെ വിശേഷിപ്പിക്കണ്ടെന്ന് നോക്കിയത് ഇല്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ജോഫിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, വിജി കേസ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം അല്ലേ? പഠിച്ചൂടെ? പഠിക്കാം. യെസ്, ഇത് സെന്റൻസ് ആയിട്ട് കൂടെ പഠിക്കാനല്ല, സെന്റൻസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അപ്പോ അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. സ്പീക്ക് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് സ്പോക്കൺ. അപ്പൊ ആ സ്പോക്കൺ എന്ന് പറയുന്ന വേർഡ് വെച്ച് വരുന്ന ഒരു ഇംഗ്ലീഷ് പറഞ്ഞു. ഐ സ്പോക്കൺ അല്ല, ഞാൻ പഠിച്ചു. അത് ഇംഗ്ലീഷ് പറഞ്ഞ ഞാൻ പഠിച്ചു. ഐ സ്റ്റഡീഡ്. എന്ത് പഠിച്ചു? സംസാരിക്കുന്ന ഭാഷ ഞാൻ പഠിച്ചു. ആണ് സ്പോക്കൺ. ഐ സ്റ്റഡീഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുകയല്ലേ? എങ്ങനെയുള്ള ഇംഗ്ലീഷാണ്? റിട്ടൺ ഇംഗ്ലീഷ് അല്ല, സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഇല്ലേ? അത് പഠിക്കണ്ട. സ്പീക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഐ സ്റ്റഡീഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ ലേൺഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇങ്ങനെ വരണം. ഒരു അഡ്ജക്റ്റീവ് ആയിട്ടായിരിക്കണം ആ മൂന്നാമത്തെ പേര് ഉപയോഗിക്കുന്നത്. നേരത്തെ അപ്പൊ ഇംഗ്ലീഷ് വിശേഷിപ്പിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ പാർക്ക് പറഞ്ഞപ്പോ നടന്നു എന്നുള്ളതും പാർക്കും തമ്മിൽ ഒരു വിശേഷണം വരുന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഞാനാണ്.
Okay, Jisha, correct. Printed books are ready to sale. Very good, very good, very good. Arranged books are in my library. Okay. Arranged books are in my library. Okay, correct. Very good, very good. Arranged in the past participle. റൈപ്പിടും മാംഗോസ് ടേസ്റ്റി പറഞ്ഞില്ലേ, അതിനകത്ത് റൈപ്പിടും ടേസ്റ്റിയും രണ്ടും അഡ്ജക്റ്റീവ് വരുമോ? വരും. അപ്പൊ നമ്മൾ അവിടെ വരുന്നതാണ് എന്ത് നമ്മുടെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചു ഓർക്കുന്നുണ്ട്. ആ സംഗതി അവിടെ കയറി വന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറിച്ച് പഠിച്ച സമയത്ത്. യെസ്, അപ്പോ ഞാൻ പറഞ്ഞത് അതായത് പാസ്റ്റ് പാർട്സ് അതെങ്ങനെയാണ് ജിന്നു റെഡ്? യെസ് സാർ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വരും ഈ പാസ്റ്റും പാസ്റ്റും. ഏത് ക്ലാസ്? ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇതാ, ഈ പാസ്റ്റും. എനിക്കും അതാ സാറേ. സാർ ഒന്നുകൂടി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഏറ്റവും ടെൻഷൻ ഇതാ. ഇപ്പൊ പിടികിട്ടിട്ടില്ലേ? വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഇച്ചിരി ഇത് പാടാ സാറേ. എനിക്കും ബുദ്ധിമുട്ടാ സാറേ. ചെറുപ്പത്തിൽ പഠിച്ചിട്ട് എനിക്ക് ഏറ്റവും കേറാത്തൊരു വിഷയം പാടാ ഇത്, ഈ പാസ്റ്റും പ്രസന്റും ഒക്കെ. എത്ര സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു സാറേ. വെരി ഗുഡ്, വെരി ഗുഡ്. നോ പ്രോബ്ലം. ഇതിലൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഈ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ഫസ്റ്റില് വരണം എന്ന് നിർബന്ധമുണ്ടോ? ഈ അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഫസ്റ്റില് വരണം എന്ന് നിർബന്ധമുണ്ടോ സെന്റൻസിന്റെ? വേണമെങ്കിൽ ഇതിന്റെ ശേഷവും വരാം, ഈ നൗണിന്റെ ശേഷവും വരാം. അപ്പൊ അത് ചിലപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് മാത്രമേ. പക്ഷേ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിച്ച അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും ആദ്യമേ വരൂ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അഡ്ജക്റ്റീവ് എവിടെ വേണമെങ്കിലും വരാം. ഇപ്പൊ ഐ സ്റ്റഡിയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് വന്നത് ലാസ്റ്റ് തൊട്ടല്ലേ സ്പോക്കൺ ഇംഗ്ലീഷിന് ഇതാക്കാൻ വേണ്ടിട്ട് പറഞ്ഞത്? ഇല്ല, ഇംഗ്ലീഷിന് സ്റ്റഡീഡ് അതിനകത്തല്ല, സ്പോക്കൺ മാത്രമുള്ളത്. ആ സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. സ്പോക്കൺ മാത്രമുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. അതിപ്പോ സെന്റൻസിന്റെ ലാസ്റ്റ് തൊട്ട് വന്നില്ലേ, അതാ ഞാൻ ചോദിച്ചത്. ലാസ്റ്റിലല്ല വന്നേക്കണേ. ഐ സ്റ്റഡീഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് സ്പോക്കൺ. സ്പോക്കണും ഇംഗ്ലീഷും ഒരുമിച്ചല്ല, രണ്ട് വാക്കാണ്. അതല്ല സർ, നമ്മളിവിടെ കൂടുതലും ക്ലീൻഡ് ചെയർസ് ആർ ഇൻസൈഡ് ദ ക്ലാസ്. ഏറ്റവും ഫസ്റ്റ് വാക്കല്ലേ ക്ലീൻഡ് വന്നു. വളരെ നിർബന്ധമില്ലാതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വേർഡായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സോ എ ട്രീ. നമ്മൾ നേരത്തെ എഴുതിയിട്ട് വായിച്ചുകൊണ്ടു ഞാനൊരു മരം കണ്ടു. യെസ്, ആ മരം കണ്ടു കഴിഞ്ഞപ്പോ അത് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയാം ഐ സോ എ ട്രീ വിത്ത് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ധാരാളം എന്തുണ്ട്? ഓക്കെ നിഷ, ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ആ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, നിറയെ പൂക്കൾ എന്ന് പറയുന്നത് മരത്തിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ അവിടെ നോക്കി, മരം എന്ന് പറയുന്ന നൗൺ കഴിഞ്ഞിട്ടാണ് അതിന്റെ കൂടെയുള്ള എന്ത് വന്നേക്കുന്നത്? അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. യെസ്, കുഴപ്പമില്ല, പഠിക്കേണ്ടത്. നിങ്ങളൊന്ന് നോക്ക്. അപ്പൊ കുറച്ച് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഇപ്പൊ കുറെ പേർക്ക് ഇത് പിടിക്കിട്ടില്ലേ. ഞാൻ വളരെ ലളിതമായിട്ടും സിമ്പിളുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സീരിയസാണ് പറഞ്ഞത്. യെസ്, ഓക്കെ. നമ്മളിത് വിട്ടുപോയിട്ടില്ലേ, അപ്പൊ അതുകൊണ്ടാണ് ആ കുഴപ്പം പറ്റിയത്. നമുക്ക് പേടിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടക്കം മുതൽ ഈ പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടിയൊക്കെ ഗഹനമായിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് റെഡിയാക്കി. ഓക്കെ, ജിനു, ജോൺഫി, സംഗീത, ഡോണ്ട് വറി, ഞാനില്ല കൂടെ, എല്ലാവരുടെ കൂടെ. ചോദിച്ചോട്ടെ, അത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണോ ഫ്രണ്ടില് അഡ്ജക്റ്റീവ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്? അതിലെല്ലാ സെന്റൻസിലും അങ്ങനെയാണോ വരുള്ളൂ? പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മിക്കതും ഫ്രണ്ടിലായിരിക്കും അഡ്ജക്റ്റീവ് വരാം. ഓക്കെ സാർ. ഓക്കെ. യെസ്,
അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം കൂടി ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നുകൂടി നോക്കാം, നോക്കിയിട്ട് ശരിയാക്കിയെടുക്കാം. ഓക്കെ, ഡോണ്ട് വറി. സർ V1 V2 V3 എന്ന് പറയുന്നതല്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ സംഭവം? V3 എന്ന് പറയുന്ന സംഗതിയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതെ, അപ്പൊ അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സെന്റൻസിന്റെ ഫസ്റ്റ് വരുന്നു. അതെ, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ വെർബായിട്ട് വേറെ ഉപയോഗിക്കാനുണ്ട്. അപ്പൊ വേറെ സ്ഥലത്ത് ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ പൊസിഷൻ മാറും. അപ്പൊ ക്വസ്റ്റ്യൻ മാറും, സെന്റൻസ് മാറും. പിന്നെ വേറൊന്ന് ഞാൻ പഠിച്ചതായിട്ട് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പം ഹാവ് ഓർ ഹാസ് നിർബന്ധമാന്നുള്ളത്. ഹാവ് ഓർ ഹാസ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിർബന്ധമാന്നുള്ളത്, അങ്ങനെ ഒരു സംഭവം കൂടി പഠിച്ചതായിട്ട് ഓർമ്മിക്കുന്നു. അത് അടുത്ത് നമ്മൾ വെർബിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ സാധനം പറയാം, അത് അവിടെ നമുക്ക് പറയാം. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഇപ്പോ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആരും ചേർത്തില്ലേ, അതുപോലെ നമ്മള് ഈ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കും, വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെ വെച്ച് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അത് കറക്റ്റാണ് പറയുന്നത്. യെസ്, അപ്പൊ ഡോണ്ട് വറി, വി വിൽ നമുക്കൊരു ഡീറ്റെയിൽ ക്ലാസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ മറന്നു പോകും, അപ്പൊ ഓർമ്മിപ്പിച്ചേക്കണം. ജോൺ പി, ജിനു, മുരുകൻ കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. യെസ്. Thank you, sir.